തണുപ്പുള്ള ഒരു രാത്രി. മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ചെറിയൊരു മലയുടെ മുകളിലായി ഒരു വെളിച്ചം മൂസാ നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബി തന്റെ കുടുംബത്തോട് പറഞ്ഞു, കുറച്ചകലെ തീ കാണുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്ക്, നമുക്ക് തീ കായാൻ അതിൽ നിന്നൊരു കൊള്ളി ഞാൻ കൊണ്ടുവരാം. ചിലപ്പോൾ വഴി പറഞ്ഞു തരാൻ പറ്റുന്ന ആരെങ്കിലും അവിടെ ഉണ്ടാവും. തീ ലക്ഷ്യമിട്ട് മൂസാ നബി പതുക്കെ മലമുകളിലേക്ക് കയറി. രാത്രി ഏതാണ്ട് നിശബ്ദമാണ്. ചുറ്റും മരുഭൂമിയിലെ കാറ്റ് മൃദുവായി മന്ത്രിക്കുന്ന സ്വരം മാത്രം. തീ കണ്ടിടത്തെത്തിയപ്പോ നബി കരുതിയതിലും വലിയ കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒരു ശബ്ദം അദ്ദേഹത്തെ വിളിച്ചു, മൂസ, മൂസ. അദ്ദേഹം ഞെട്ടിപ്പോയി. മൂസ, ഞാനാണ് നിന്റെ റബ്ബ്. ചെരിപ്പഴിച്ചു മാറ്റുക. നീ നിൽക്കുന്നത് പരിശുദ്ധമായ തുവാ താഴ്വരയിലാണ്. അള്ളാഹുവിന്റെ ശബ്ദം കേട്ടതും ഭയഭക്തിയാൽ മൂസയുടെ ഹൃദയം വിറച്ചു. അള്ളാഹു വീണ്ടും അരുൾ ചെയ്തു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ ഫിറഔന്റെ അടുത്തേക്ക് പോവുക. തീർച്ചയായും അവൻ അഹങ്കാരിയും അക്രമിയുമായി തീർന്നിരിക്കുന്നു. ഈജിപ്തിലെ ശക്തനായ ഫറോവ രാജാവിന്റെ മുന്നിൽ ചെന്ന് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ഉണർത്താനും അയാൾ അടിച്ചമർത്തുന്ന ബനൂ ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കാനുമുള്ള ആ വലിയ ദൗത്യം മൂസാ നബി ശ്രദ്ധയോടെ കേട്ടു. പക്ഷെ ജനങ്ങൾ തന്നെ എങ്ങനെ വിശ്വസിക്കുമെന്ന് നബി സംശയിച്ചു. താൻ അള്ളാഹു അയച്ച ദൂതനാണെന്ന് അവർ എങ്ങനെ അറിയും? ഉടനെ അള്ളാഹു അദ്ദേഹത്തിനൊരു അടയാളം കാണിച്ചു കൊടുത്തു. നിന്റെ വടി താഴെയിടുക. മൂസാ നബി ഉടനെ തന്റെ കയ്യിലുണ്ടായിരുന്ന വടി താഴെയിട്ടു. അത് നിലത്തു തൊട്ട നിമിഷം വടി പെട്ടെന്ന് ചലിക്കാൻ തുടങ്ങി. അത് വളഞ്ഞു പുളഞ്ഞു. മൂസാ നബിയുടെ കൺമുന്നിൽ തന്നെ അതൊരു വലിയ പാമ്പായി മാറി. ആ കാഴ്ച അദ്ദേഹത്തെ അമ്പരപ്പിച്ചു. പേടിച്ച് അദ്ദേഹം പിന്നോട്ടു മാറി. അള്ളാഹു അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. മൂസ, ഭയപ്പെടേണ്ട, അതിനെ പിടിക്കുക. മൂസ കൈനീട്ടി അതിനെ പിടിച്ചു. ഉടനെ ആ പാമ്പ് പഴയതുപോലെ ഒരു സാധാരണ മരവടിയായി മാറി. തുടർന്ന് അള്ളാഹു മറ്റൊരത്ഭുതം കൂടി മൂസാ നബിക്കായി കാണിച്ചു കൊടുത്തു. നിന്റെ കൈ നീ കുപ്പായത്തിനുള്ളിൽ വെക്കുക. മൂസാ നബി തന്റെ കൈ വസ്ത്രത്തിനുള്ളിൽ വെച്ച് പുറത്തെടുത്തു. പെട്ടെന്ന് ആ കൈ വെട്ടിത്തിളങ്ങി ഒരു വിളക്കുപോലെ പ്രകാശിച്ചു. ലോകരക്ഷിതാവായ അള്ളാഹു അയച്ച ദൂതനാണ് താനെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അള്ളാഹു നൽകിയ മുഅ്ജിസത്തുകളായിരുന്നു ഇത് രണ്ടും. അങ്ങനെ ഈ രണ്ട് അമാനുഷിക സിദ്ധികളുമായി മൂസാ നബിയും സഹോദരൻ ഹാറൂൻ നബിയും ഫിറഔന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഈജിപ്തിലെ രാജാവെന്ന നിലയിൽ അതിശക്തനാണ് ഫിറഔൻ. അവന്റെ സിംഹാസനം കൊട്ടാരത്തിൽ ഉയർന്നു നിന്നു. സൈനികരും ഉപദേശകരും ചുറ്റും കാവൽ നിന്നു. അഹങ്കാരത്തോടെ ഭരിക്കുകയും തന്നെത്താൻ ദൈവമാണ്